ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗസ്ട്രോണറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. മൗസ്ട്രോണറ്റ് എന്ന ഈ ഒരു ലെസൺ എഴുതിയിരിക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ മാർക്ക് കെല്ലിയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചിത്ര പുസ്തകമാണ് മൗസ്ട്രോണറ്റ് എന്നത്. മാർക്ക് കെല്ലിയുടെ യഥാർത്ഥ ബഹിരാകാശ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു കഥയ്ക്ക് പ്രചോദനമായിരിക്കുന്നത്. ഈ സ്റ്റോറി ഒരു ചെറിയ എലിയെക്കുറിച്ചുള്ളതാണ്. മീറ്റിയർ എന്നാണ് ആ എലിയുടെ പേര്. പരിശ്രമം, ധൈര്യം, ആത്മവിശ്വാസം എന്നിവ ഉണ്ടെങ്കിൽ ഏതൊരു ചെറിയ ആൾക്കും വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് കഥയുടെ സമ്മറിയിലേക്ക് കടക്കാം. ഈ കഥ തുടങ്ങുമ്പോൾ നാസ ഒരു ബഹിരാകാശ ദൗത്യത്തിനായി ചില എലികളെ തിരഞ്ഞെടുക്കുന്നു. അവയിൽ ഭൂരിഭാഗവും വലുതും ശക്തിയുള്ളവയുമായിരുന്നു. മീറ്റിയർ ആയിരുന്നു ആ സംഘത്തിലേക്ക് തിരഞ്ഞെടുത്ത ഏറ്റവും ചെറിയ എലി. അവൻ വളരെ ശാന്തനും സത്യസന്ധനുമായിരുന്നു. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ധൈര്യവും ആത്മവിശ്വാസവും പരിശ്രമിക്കാനുള്ള മനസ്സും അവനുണ്ടായിരുന്നു. പരിശീലന സമയത്ത് വലിയ എലികൾ കരുത്തു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ മീറ്റിയർ എല്ലാം ശ്രദ്ധിച്ചു പഠിക്കുകയും മനസ്സോടെ പരിശീലിക്കുകയും ചെയ്തു. പലപ്പോഴും വലിയ എലികൾ കളിച്ചും സമയം കളഞ്ഞുമിരിക്കുമ്പോൾ മീറ്റിയർ എല്ലാം ഗൗരവമായി ഏറ്റെടുത്തു. തനിക്കും എല്ലാം ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ബഹിരാകാശ യാത്രയ്ക്കായി അവസാനം എലികളെ തിരഞ്ഞെടുത്തപ്പോൾ മീറ്റിയറിനെയും തിരഞ്ഞെടുത്തത്. അത് എല്ലാവർക്കും അതിശയമായി. അവസാനം വിക്ഷേപണ ദിനം എത്തി. ബഹിരാകാശ പേടകത്തിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ മീറ്റിയറിന് അതിയായ ആവേശവും സന്തോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ ബഹിരാകാശത്തേക്കുള്ള അവരുടെ യാത്ര ആരംഭിച്ചു. ഗുരുത്വാകർഷണമില്ലാത്ത അന്തരീക്ഷം മീറ്റിയറിനെ അത്ഭുതപ്പെടുത്തി. ഗുരുത്വാകർഷണമില്ലാത്ത അന്തരീക്ഷത്തിൽ ആസ്ട്രോനട്ട്സ് ഒഴുകി നടക്കുന്നതും പേടകത്തിനകത്തെ ജോലി ചെയ്യുന്നതും അവൻ ശ്രദ്ധിച്ചു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രത്യക്ഷമായി ഒരു പ്രശ്നം സംഭവിക്കുന്നത്. പേടകത്തിലെ ഒരു പ്രധാന താക്കോൽ ഷട്ടിൽസ് കൺട്രോളിൻ്റെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് വീണു. ആ താക്കോലില്ലാതെ ആസ്ട്രോനട്ട്സിന് അവരുടെ പ്രവർത്തനം തുടരാൻ സാധ്യമല്ലായിരുന്നു. അവരുടെ ബഹിരാകാശ ദൗത്യം അപകടത്തിലായി. ആ കീ പോയത് ചെറിയ ഇടുങ്ങിയ സ്ഥലമായതിനാൽ ബഹിരാകാശ യാത്രികർക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ വലിയ എലികളും താക്കോൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ശരീരം വലുതായതിനാൽ അവർക്കും പറ്റിയില്ല. എല്ലാവരും ആശങ്കപ്പെടാൻ തുടങ്ങി. കാരണം അവരുടെ ബഹിരാകാശ ദൗത്യം അപകടത്തിലായി. ആ നിർണായക നിമിഷത്തിൽ മീറ്റിയർ മുന്നോട്ട് വന്നു. അവൻ ധൈര്യത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും ആ ഇടുക്കിൽ കയറി താക്കോൽ പുറത്തെടുത്തു. ഒരിക്കൽ എല്ലാവരും പരിഹസിച്ച തൻ്റെ ചെറിയ ശരീരം തന്നെയാണ് മീറ്റിയറിന് ആ കീഴടക്കാൻ സഹായമായത്. മീറ്റിയറിൻ്റെ ധൈര്യവും വേഗത്തിലുള്ള പ്രവർത്തനവും കാരണം ബഹിരാകാശ യാത്ര സുരക്ഷിതമായി തുടർന്നു. അവരുടെ ബഹിരാകാശ ദൗത്യം രക്ഷപ്പെട്ടു. ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങിയപ്പോൾ എല്ലാവരും അവനെ ഒരു ഹീറോയായി പ്രഖ്യാപിച്ചു. കൂടാതെ മീറ്റിയറിന് പുതിയ യൂണിഫോമും മൗസ്ട്രോണറ്റ് എന്ന സ്ഥാനപ്പേരും കൊടുത്തു. എല്ലാ ബഹിരാകാശ സഞ്ചാരികളും അവനെ പ്രശംസിക്കുകയും ആർപ്പുവിളിക്കുകയും ചെയ്തു. പക്ഷേ മീറ്റിയർ എപ്പോഴും അവൻ്റെ അടുത്ത മിഷനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. മീറ്റിയറിൻ്റെ ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് വലിപ്പം പ്രധാനമല്ല, ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ചെറുതായവർക്കും മഹത്തായ കാര്യങ്ങൾ നേടാമെന്നതാണ്.